അപ്പോൾ എല്ലാവർക്കും ബീറ്റ് ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ലിവർപൂളിന്റെ ഒരു ഫോർമൽ ബിഡ് ഈസി ആയിട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് യാതൊരു കോൺവെർസേഷനും ഇല്ലാതെ അങ്ങ് നിരസിച്ചിരിക്കുകയാണ്. ചില സോഴ്സുകൾ പറയുന്നത് 110 മില്യൺ പൗണ്ട് എന്നാണ്, ചില സോഴ്സുകൾ പറയുന്നത് 120 മില്യൺ പൗണ്ടാണ്. പക്ഷേ ന്യൂകാസിൽ വാല്യൂ ചെയ്ത 150 മില്യൺ പൗണ്ട് എന്ന് വളരെ കുറവായത് കൊണ്ട് ന്യൂകാസിൽ ലിവർപൂളുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും നടത്താതെ അത് നിരസിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ന്യൂകാസിൽ യുണൈറ്റഡ് ഐസക്കിനോട് സ്പെയിനിൽ നിന്നുള്ള സ്വന്തം ട്രെയിനിങ് മതിയാക്കിയിട്ട് ടീമിനൊപ്പം UK ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഐസക്ക് ഈ ആഴ്ച തന്നെ ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ട് ഒരു പ്രീ സീസൺ ന്യൂകാസിൽ യുണൈറ്റഡ് ഓൾറെഡി ഏഷ്യയിലെ പ്രീ സീസൺ അവസാനിപ്പിച്ചിട്ട് അവർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ടീമിനൊപ്പം ന്യൂകാസിൽ യുണൈറ്റഡ് ചേരുകയും അവർ ട്രെയിനിങ് ആരംഭിക്കാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഐസക്ക് അതിനോട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച ഐസക്ക് ന്യൂകാസിൽ യുണൈറ്റഡുമായിട്ടുള്ള അവർ ആ ഒരു ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ESPN ബ്രസീൽ അവരൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ന്യൂകാസിൽ യുണൈറ്റഡ് ഐസക്കിൻ്റെ ബിഡ്, ലിവർപൂളിൻ്റെ ബിഡ് ഈസി ആയിട്ട് കൊളാപ്സ് ആയതുകൊണ്ട് ലിവർപൂള് റോഡ്രിഗോയുടെ ഏജന്റുമായി കോൺടാക്ട് ചെയ്തു, അല്ലെങ്കിൽ റോഡ്രിഗോയുടെ ആ ഒരു ക്യാമ്പുമായി കോൺടാക്ട് ചെയ്തു എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ESPN ബ്രസീലിൻ്റെ ആ ഒരു റിപ്പോർട്ട് പ്രകാരം ലിവർപൂളിന് റോഡ്രിഗോനെ നോക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. റോഡ്രിഗോക്ക് ലിവർപൂളിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. റോഡ്രിഗോക്ക് ലിവർപൂളിലേക്കും ആഴ്സണലിലേക്കും രണ്ട് ടീമിലേക്ക് പോകാൻ മുന്നേ താല്പര്യമുണ്ടായിരുന്നു. ഈ ഒരു വിൻഡോ തുടങ്ങുന്ന സമയത്ത് കേട്ട ഒരു റൂമർ ആയിരുന്നു റോഡ്രിഗോ ടു ലിവർപൂളും അല്ലെങ്കിൽ റോഡ്രിഗോ ടു ആഴ്സണൽ എന്നുള്ളത്. റോഡ്രിഗോക്ക് ഷാബി അലോൺസോയുടെ പുതിയ ആ ഒരു റയൽ മാഡ്രിഡ് ടീമിൽ അവസരങ്ങൾ വളരെ കുറവായിരിക്കും. ഈ ഒരു പുതിയ ന്യൂ ജനറേഷൻ റയൽ മാഡ്രിഡിൽ റോഡ്രിഗോക്ക് അത്ര വലിയ ഒരു റോൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഷാബി അലോൺസോയ്ക്ക് റോഡ്രിഗോയോട് അത്ര താല്പര്യമില്ല. കെലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, ആ രണ്ടു പേരെ വെച്ചുകൊണ്ട് മാത്രം ആ ഒരു ഫ്രണ്ട് നിര മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഷാബി അലോൺസോയുടെ ഒരു തീരുമാനം. അതുകൂടാതെ വേറെയും ചില പ്ലെയേഴ്സൊക്കെ റയൽ മാഡ്രിഡിൻ്റെ ആ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു തീരുമാനപ്രകാരം ഷാബി അലോൺസോയുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് റോഡ്രിഗോക്ക് വലിയ റോളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പ്, നമ്മളെ അടുത്ത വർഷം വേൾഡ് കപ്പ് തുടങ്ങുന്നത് കൊണ്ട് റോഡ്രിഗോക്ക് പ്ലേ ടൈം കുറച്ച് കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ടും റോഡ്രിഗോ മിക്കവാറും ലിവർപൂളിലേക്ക് ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ ലിവർപൂളിലേക്ക് ചാടാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ബാക്കിയുള്ള ഒരുപാട് സോഴ്സുകൾ പറയുന്ന വേറൊരു കാര്യം, ലിവർപൂൾ പൂർണ്ണമായിട്ടും ഐസക്കിനെ കൊണ്ടുവരുന്നതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് ലിവർപൂൾ മുഴുവനായിട്ട് ഒരു 150 മില്യൺ കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ന്യൂകാസിൽ യുണൈറ്റഡ് ഇപ്പോൾ ഓൾറെഡി ഒരു സ്ട്രൈക്കറെ നോക്കുന്നുണ്ട്. സെസ്കോക്ക് പിറകിലാണ് ന്യൂകാസിൽ യുണൈറ്റഡ്. ഇപ്പോൾ ആ ഒരു സെസ്കോയുടെ ഡീല് ന്യൂകാസിൽ ഡൺ ആക്കിയാൽ ലിവർപൂളിന് ഐസക്കിനെ ലിവർപൂളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാകും. അപ്പം ന്യൂകാസിൽ ആ ഒരു പോസിബിലിറ്റിക്ക് ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ലിവർപൂൾ അടുത്തൊരു ബിഡുമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് വേറെ ചില സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ട് പറയുന്നത്. റോഡ്രിഗോക്ക് റയൽ മാഡ്രിഡ് ഇടാൻ പോകുന്ന ഒരു വില എന്ന് പറയുന്നത് 70 മില്യൺ പൗണ്ടാണ്. ആ ഒരു പൈസയ്ക്ക് റോഡ്രിഗോ വർത്താണ്. 24 വയസ്സുള്ള ഒരു യങ് പ്ലെയറാണ്, നല്ല കാലിബറുള്ള പ്ലെയറാണ്. അപ്പോൾ റോഡ്രിഗോനെ ലിവർപൂളിലേക്ക് എടുക്കാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് വില മാത്രമല്ല, ഈ ഒരു സീസണിൻ്റെ പകുതിയിൽ സാലയ്ക്ക് ആഫ്രിക്കൻ കപ്പിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു മാസം ഒരു 4-5 മത്സരങ്ങൾ, പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ സാലയുടെ സാന്നിധ്യം ലിവർപൂളിന് കിട്ടില്ല. അപ്പം അതൊരു വലിയ വിടവാണ്. ആ ഒരു വിടവ് നികത്തണമെങ്കിൽ ഒരു നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ വേണം. രണ്ട് സൈഡിലും ഇടാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയർ വേണം. അപ്പം റോഡ്രിഗോനെ ലിവർപൂൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ്രിഗോക്ക് ലെഫ്റ്റ് വിങ്ങിലും കളിക്കാം, റൈറ്റ് വിങ്ങിലും കളിക്കാനുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ ആ ഒരു സൈനിങ് ലിവർപൂളിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലൊരു സൈനിങ് ആയിരിക്കും. കാരണം സാല ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് പോയി കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ ലിവർപൂളിന് പിന്നെ എലിയറ്റ് മാത്രമാകും. എലിയറ്റ് അല്ലാതെ പിന്നെ ഫ്രിംഗ്പോങ്ങിനെ പിടിച്ചിട്ട് റൈറ്റ് വിങ്ങിൽ ഇടേണ്ടി വരും. അങ്ങനെ ഒരു മേക്ക് ഷിഫ്റ്റ് ടീമുമായിട്ട് കളിക്കുന്നതിനേക്കാളും നല്ലത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് എക്സ്പീരിയൻസ്ഡ് യങ് പ്ലെയറിനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും ലിവർപൂളിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കും അല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്കും വളരെ നല്ല കാര്യമാണ്. അതും ലിവർപൂളിന് റോഡ്രിഗോയിലേക്ക് പോകാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. പക്ഷെ ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ഈ ഒരു ആഴ്ചക്കുള്ളിൽ മിക്കവാറും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ന്യൂകാസിൽ യുണൈറ്റഡ് ഓൾറെഡി സെസ്കോക്ക് വേണ്ടിയിട്ട് ബിഡ് ചെയ്യാൻ പോവുകയാണ്. 75 മില്യൺ പ്ലസ് ആഡ്സ് ഓൺ ആണ് RB ലെപ്സിക്ക് സെസ്കോക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് ന്യൂകാസിൽ യുണൈറ്റഡിന് കൊടുക്കാൻ പറ്റിയാൽ, സെസ്കോ ഓൾറെഡി ന്യൂകാസിൽ യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ആ ഒരു ടേംസ് പുള്ളിക്കാരനെ
പേഴ്സണൽ ടേംസ് ഓക്കെയാണ്. പുള്ളിക്കാരന് ഏത് ടീമിലേക്ക് പോകാനും ഓക്കെയാണ്. അതായത് ഏതെങ്കിലും ഒരു ടീമിലേക്ക്, പർട്ടിക്കുലർ ടീമിലേക്ക് പോകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലല്ല ഉള്ളത്. ഇപ്പോൾ 2 ടീമിലും ഏത് ടീമിലേക്ക് പോകാനും ചെങ്ങായി ഓക്കെയാണ്. ഇപ്പോൾ RB ലൈഫ്സിലേക്ക് വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു 75+ ആഡ്സ് ഓൺ ഏത് ടീമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ 2 ടീമിൽ നിന്നും ഏത് ടീമാണോ ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്നത് ആ ടീമിലേക്ക് സെസ്കോനെ വിൽക്കാനാണ് RB ലൈഫ്സിലേക്ക് നോക്കുന്നത്. അപ്പോൾ മിക്കവാറും ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ അതിനൊരു തീരുമാനമാകും. ബിക്കോസ് ന്യൂകാസിൽ യുണൈറ്റഡ് ഓൾറെഡി 75-80 മില്യൺ ഇത് കൊടുക്കാൻ വേണ്ടി ബിഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അഥവാ ന്യൂകാസിൽ യുണൈറ്റഡിന് സെസ്കോനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലിവർപൂളിന് ഐസക്കിനെ നോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മേ ബി നെക്സ്റ്റ് വീക്കിൽ എല്ലാത്തിൻ്റെയും കലങ്ങി തെളിഞ്ഞിട്ടുള്ള ഒരു രൂപരേഖ വരുന്നതാണ്. അപ്പോൾ അതുവരെ ഇതേപോലെ റൂമേഴ്സുകൾ കാണാനും കേൾക്കാനും മാത്രമേ നമ്മളെപ്പോലുള്ള കാണികൾക്ക് സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയായാലും ലിവർപൂളിലേക്ക് ഒരു കിടിലൻ പ്ലെയർ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഐസക്ക് വന്നാലും ഓക്കെ, റോഡ്രിഗോ വന്നാലും ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ഐസക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷനാണ് ലിവർപൂളിന്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അറിയാലോ എന്ത് ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ്.